ഹായ് ഗൈസ്, ഞാൻ ഡ്രൈവിങ്ങിൻ്റെ വീഡിയോ ഒന്നുമല്ല കേട്ടോ ചെയ്യുന്നത്. കാറിലിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിവിടെ ഡ്രൈവ് പോകാമെന്ന്. അതൊന്നുമല്ല, വീട്ടിൽ ഭയങ്കര നോയ്സിൻ്റെ പ്രശ്നമുണ്ട്. കാരണം എനിക്ക് മൈക്കിൻ്റെ സീനുണ്ട്, മൈക്കില്ലാത്തതുകൊണ്ട് ഞാൻ കാറിൻ്റെ ഉള്ളിലിരുന്ന് വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതാകുമ്പം സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങളിപ്പോൾ ഓൾറെഡി ടൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിൻ്റെ തംബ്നെയിൽ ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൻ്റെ തംബ്നെയിൽ നന്നായിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ക്യാൻവ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. ഭയങ്കര ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാട്ടോ. ഓൾറെഡി ഉള്ള ടെംപ്ലേറ്റാണ്, ഞാനൊന്ന് കുറച്ച് മോഡിഫൈ ചെയ്തെടുത്തുന്നാണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ഇതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗൂഗിളിൽ പോയി ക്യാൻവ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കണം. ക്യാൻവ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആദ്യം ക്യാൻവ എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം അതെടുക്കുക. എന്നിട്ട് അതിൻ്റെ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു സംഭവം കാണുന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ പോയിട്ട് യൂട്യൂബ് തംബ്നെയിൽ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവും, അതാണ് നമ്മൾ എടുക്കേണ്ടത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൈപ്പിലുള്ള ടെംപ്ലേറ്റ്സ് കാണിച്ചു തരും. നമുക്ക് ഒരു ക്യാൻവാസ് ആയിട്ടും ചെയ്യാം, സ്വന്തമായിട്ട് ഫുള്ള് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇതുപോലെ കുറേ പാറ്റേൺസ് നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച ടെംപ്ലേറ്റ്സ് ഉണ്ടാവും, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കീവേഡ്സ് സെർച്ച് ചെയ്ത് കൊടുത്താൽ അതിനനുസരിച്ചിട്ടുള്ള തംബ്നെയിൽസ് ആണ് അതിൽ കാണിക്കുക. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിലുള്ള ഓൾറെഡി ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. വേണ്ടാത്ത സാധനങ്ങളാണ് കേട്ടോ. ഇങ്ങനെ ഓരോ ലെയേഴ്സായിട്ടാണ് ഉണ്ടാവുക, ലെയർ പോലെയാണ് ഓരോ സാധനങ്ങളും ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് വേണ്ടത് അവിടെ വെച്ച് ബാക്കിയുള്ളത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി എന്താണെന്ന് വെച്ചാൽ ഇതിന് വേണ്ട ഇമേജസൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ്സ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അടിയിൽ. അതിൽ നമ്മൾ പോയിട്ട് അപ്ലോഡ് ചെയ്ത് വെക്കണം. ഇതൊക്കെ ഞാൻ PNG ആയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ തന്നെ ക്ലിക്ക് ചെയ്ത പിക്ചേഴ്സ് ആട്ടോ. അതൊക്കെ ട്രാൻസ്പെറൻസി ഒക്കെ ഒന്ന് കുറച്ച്, അതിൻ്റെ അടിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അതിൻ്റെ ബ്രൈറ്റ്നെസ്സോ, ഓൾറെഡി നിങ്ങൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ടച്ചപ്പൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ചും കൂടെ പിക്ചർ നല്ല ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതൊക്കെ ചെയ്തതിന് ശേഷം ഞാനത് സേവ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഞാനൊന്ന് കൂട്ടിയും കുറച്ചൊക്കെ നോക്കുകയാണ്. ബാക്കിലുള്ള ഇമേജ് അത്ര നന്നായിട്ട് കാണണമെന്ന് എനിക്ക് തോന്നിയില്ല, അപ്പോൾ ഞാൻ കുറച്ച് ട്രാൻസ്പെറൻസി കുറച്ച് വെച്ചു. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. കണ്ട് ഈ ഫോട്ടോ ലൈബ്രറി പോയിട്ടാണ് ഞാൻ വേണ്ട ഇമേജസ് ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് വെക്കുന്നത്. അതിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഇമേജ് എടുത്തത്. ഈ ഒരു ഇമേജാണ് ഞാൻ ഓൾറെഡി PNG ഫോർമാറ്റിലേക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഐഫോണിലാണെങ്കിൽ നമുക്ക് ഈ സ്റ്റിക്കറാക്കി മാറ്റുന്ന ആ സംഭവം തന്നെയാണ്, അത് ഞാൻ ഇമേജാക്കി സേവ് ചെയ്തതെന്നേ ഉള്ളൂ. അത് നമ്മളിതുപോലെ അതിന് പറ്റുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ടെക്സ്റ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഇമേജിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഔട്ട്ലൈനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എഫക്ട്സ് പോയിട്ട് ഷാഡോസ് പോവുക, അതിൽ ഔട്ട്ലൈൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കളർ നമുക്ക് വൈറ്റായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഔട്ട്ലൈൻ്റെ സൈസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടിയും കുറച്ചൊക്കെ നോക്കുക. നിങ്ങൾക്ക് ഏത് സൈസാണോ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് അത് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് ഞാനിങ്ങനെ സെൻറ്ററിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ടെക്സ്റ്റൊക്കെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ എന്താണോ ടൈറ്റിൽ കൊടുക്കുന്നത് അതുപോലെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇതൊക്കെ ഒന്ന് അലൈൻ ചെയ്ത് വെക്കലാണ് മെയിനായിട്ടുള്ള സംഭവം. വേറെ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമില്ല, കാരണം ഓൾറെഡി ടെംപ്ലേറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ അതൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റുന്നു. പിന്നെ ഇതിൽ നമുക്ക് ഓൾറെഡി ബ്ലാങ്ക് ക്യാൻവാസ് ഒക്കെ ഉണ്ടാവും കേട്ടോ, അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി എനിക്ക് ഈ പിക്ചർ ലാസ്റ്റോട്ടേക്കുള്ള ലെയറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അന്നേരമാണ് ടെക്സ്റ്റ് മേലെയും അതുപോലെ ഇമേജ് താഴെയായിട്ട് വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ലെയേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആദ്യം ആ ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെയർ എന്ന് പറയുന്നത് വരും. അതിൽ പോയിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് താഴോട്ടേക്ക് നീക്കി കൊടുക്കുക, അല്ലെങ്കിൽ മേലോട്ടേക്ക് നീക്കി കൊടുത്താൽ അതിൻ്റെ പൊസിഷൻ മാറിക്കോളും. അതിപ്പോൾ അടിയിലേക്ക് പോകണമെങ്കിൽ അടിയിലേക്കാക്കാം, മേലോട്ടേക്ക് വരുന്നത് മേലോട്ടേക്ക്. അതുപോലെ തന്നെ ഞാൻ ഫോട്ടോനും കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രൈറ്റ്നെസ് കൂട്ടുകയും കുറയ്ക്കുകയും അതുപോലെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്തതാണ്, പക്ഷെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ എഡിറ്റ് ചെയ്യാം. അല്ല, ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അത് ഓൾറെഡി നല്ല രീതിയിലാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നി അതിൻ്റെ സൈഡിൽ കുറച്ച്
ആ ഔട്ട്ലൈൻസ് കാണുമ്പോൾ ഒരു വൃത്തികേടുള്ള പോലെ തോന്നിയോണ്ട് ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ഒരു ഇമേജ് ആഡ് ചെയ്യാമെന്ന്. ഇവിടെ എലമെൻറ്റ്സ് പോവുക, അവിടെ താഴെയുള്ള ഓപ്ഷനാണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഗ്രാഫിക് ഇമേജസ് ഒക്കെ ഉണ്ടാവും. അതിൽ പെയ്ഡ് അല്ലാത്ത അൺപെയ്ഡ് ആയിട്ടുള്ള വേർഷനാണ് കേട്ടോ. പ്രീമിയത്തിൽ ആണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അത് അല്ലാത്ത രീതിയിലാണെങ്കിൽ ഇതുപോലത്തെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്ത് അതൊക്കെ നമുക്ക് അതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ഞാൻ കാറിൻ്റെ ഉള്ളിലിരുന്നിട്ടാട്ടോ വോയിസ് ഓവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വേർത്തൊഴുകുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മളിവിടെ മെയിനായിട്ടുള്ള വേറൊരു കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലവർ ഞാൻ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ അത് അടിയിലേക്ക് വരണോണ്ട് ലെയേഴ്സ് പോയിട്ട് താഴോട്ടേക്ക് നീക്കി കൊടുക്കുകയാണ്. നമുക്കിതുപോലെ നമ്മുടെ പൊസിഷൻസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഇമേജസ് ഉണ്ട് കേട്ടോ. സ്റ്റോക്ക് ഇമേജസ് ആയിട്ട് എലമെൻറ്റ്സിൽ പോയാൽ നമുക്ക് ഗ്രാഫിക്സിലും ഷേപ്സും ഒക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ആ വീഡിയോ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്നൊക്കെ ഉള്ളത് അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ 2 സൈഡിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിന് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 സൈഡും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ആരോ മാർക്കൊക്കെ അതിൽ ഓൾറെഡി ഇല്ലതാട്ടോ. ഇതൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നേ ഉള്ളൂ. എലമെൻറ്റ്സിൽ നിങ്ങൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ല, അറിയുന്നവരുണ്ടാവും. എന്നാൽ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ തംബ്നെയിൽ എന്ന് പറയുന്നത് നമ്മളെ വീഡിയോൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണല്ലേ. അപ്പോൾ അത് കണ്ടിട്ടാണല്ലോ ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചത്. ആദ്യം ഞാൻ തംബ്നെയിൽസിന് അത്ര ഒരു പ്രാധാന്യവും കൊടുക്കാറില്ലായിരുന്നു. പിന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെയാണ് ഞാനിപ്പോൾ തംബ്നെയിൽസിന് കുറച്ചും കൂടെ ഒരു ഫോക്കസ് കൊടുക്കാൻ തോന്നിയത്. ഇതുപോലെ ഞാൻ 2-3 തംബ്നെയിൽസൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനലിൽ കയറിയാൽ മനസ്സിലാവും. പിന്നെ നിങ്ങൾക്കത് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഫൈനലായിട്ട് ഞാൻ 2-3 ടച്ചപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനലായിട്ട് വരുന്നത്. പിന്നെ താഴെ പോയാൽ മേലെ ഒരു ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പോയി നമുക്ക് ഡൗൺലോഡ് എന്ന് കൊടുക്കാം. അപ്പോൾ അത് ഓൾറെഡി ഇങ്ങനെ ഡൗൺലോഡായി വരും. പിന്നെ നമുക്കത് ഡൗൺലോഡ് എന്നൊന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഗാലറിയിലേക്ക് അത് സേവ് ചെയ്യും. ഇപ്പോൾ ഒരു ഓപ്ഷൻ വരും കേട്ടോ. ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.